അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ ഹാജിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ യാത്രയും നമ്മുടെ കർമ്മങ്ങളും ഏറ്റവും നല്ല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല രൂപത്തിൽ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ ഹജ്ജിനു വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന ജനലക്ഷങ്ങൾക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. കടുത്ത ചൂടും മറ്റു പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ കടുത്ത മഴ പെയ്യുന്നുണ്ട്. എല്ലാ മഴക്കെടുതികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മുടെ നാടിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഹജ്ജ് നിർവഹിക്കുവാൻ വേണ്ടി പുറപ്പെട്ട് മീഖാത്തിൽ നിന്ന് നമ്മുടെ ഫ്ലൈറ്റിലായിരിക്കെ ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ മക്കയിലെത്തി ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടി വിശുദ്ധമായ ഹറമിൽ പ്രവേശിച്ച് കഅബാലയത്തെ കണ്ണിൽ കാണുന്നത് വരെ നമ്മൾ ചൊല്ലിയ മനോഹരമായ ഒരു വാക്യമുണ്ട്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. ലബ്ബൈക് എന്ന പദത്തിൻ്റെ അർത്ഥം നമ്മളെല്ലാവരും ഈ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പേ പഠിച്ചു വച്ചിട്ടുണ്ട്. സാധാരണ സ്കൂളുകളിലൊക്കെ നമ്മുടെ നാട്ടിൽ പേര് വിളിക്കുമ്പോൾ നമ്മൾ ഹാജർ പറയാറുണ്ട്, പ്രസന്റ് പറയാറുണ്ട്. പല രൂപത്തിൽ നമ്മൾ അതിനോട് പ്രതികരിക്കാറുണ്ട്. ഒരു പേര് വിളിക്കുമ്പോൾ ഹാജർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ കുട്ടിയായ ഞാൻ ഈ സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന അറിവിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് ഹാജർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രസന്റ് എന്ന് പറയുമ്പോഴും അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ലബ്ബൈക്ക് സാധാരണ അറബ് നാടുകളിലൊക്കെ സ്കൂളുകളിൽ പേര് വിളിക്കുമ്പോൾ അതിന് മറുപടിയായി പലപ്പോഴും ആ കുട്ടികൾ ഉപയോഗിക്കാറുള്ള ഒരു പദമാണ് ലബ്ബൈക്ക്. ഞാനിതാ വന്നിട്ടുണ്ട്, ഞാനിവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, അല്ലാഹുവേ നീ വിളിച്ചതു പ്രകാരം ഞാനിതാ ഇവിടെ എത്തിയിരിക്കുന്നു, ഞാനിവിടെ എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞാനിതാ വന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ ഇവിടെയുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മളെ വാപ്പയമ്മയൊക്കെ നമ്മളെ ഒരാവശ്യത്തിന് വേണ്ടി വിളിക്കുകയാണെങ്കിൽ പത്തുമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മറുപടി കൊടുക്കാറ്? ഞാനിവിടെ ഉണ്ട് വാപ്പാന്നാണ്, അല്ലെങ്കിൽ ഞാൻ ദാ വന്നുപ്പാന്നാണ്. ആ മനോഹരമായ സ്നേഹപൂർണമായ മറുപടിയാണ് ലബ്ബൈക്ക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളെ വിളിച്ചത്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാവുകളിലൂടെയാണ് ആ വിളി നമ്മൾ കേൾക്കുന്നത്. പിന്നെ വിശുദ്ധ ഖുർആനാണ് ആ വിളി നമ്മളിലേക്ക് എത്തിച്ചത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കാൻ അള്ളാഹു കൽപ്പിക്കുകയും
അള്ളാഹു കൽപ്പിച്ചതുപോലെ തൻ്റെ മകനുമൊത്ത് വിജനമായ മക്കയിൽ ഊഷരമായ മരുഭൂമിയിൽ ആരുടെയും സഹായമില്ലാതെ കഅബാലയത്തിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അള്ളാഹു തആല ഇബ്രാഹിം നബിയോട് കൽപ്പിക്കുന്ന ഒരു കൽപ്പനയാണ് ഫഅദ്ദിൻ ഫിന്നാസ് ബിൽ ഹജ്ജ്. അദ്ദിൻ, അദ്ദന. എന്താ അദ്ദന എന്ന് പറഞ്ഞാല് വിളിച്ചു പറഞ്ഞു. അദാൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ബാങ്കാണ്. ഫഅദ്ദിൻ, നീ വിളിക്ക് ഇബ്രാഹിമെ, നീ വിളിക്ക്. ആരെയാണ് വിളിക്കേണ്ടത്? ജനങ്ങളെയാണ് വിളിക്കേണ്ടത്. എന്തിനാണ് വിളിക്കേണ്ടത്? ഈ കഅബാലയത്തിന്റെ അടുത്ത് വന്ന് ആ കഅബാലയത്തിന്റെ അടുത്തും പരിസരങ്ങളിൽ അള്ളാഹു നിശ്ചയിച്ച ഇടങ്ങളിലും വന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കണം. അതിനുവേണ്ടി നീ ജനങ്ങളെ വിളിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വാഭാവികമായും ഒരു സന്ദേഹം, ആരുമില്ലാത്ത ഞാനും എൻ്റെ ഭാര്യയും മകനും മാത്രമുള്ള ഈ ഭൂപ്രദേശത്ത് വെച്ച്, ഈ മലകൾക്കിടയിൽ വെച്ച് ഞാൻ വിളിച്ചാൽ ആര് കേൾക്കാനാണ്? അള്ളാഹു അദ്ദേഹത്തിന് മറുപടി കൊടുക്കുന്നുണ്ട്, നീ വിളിക്ക്, കേൾപ്പിക്കുന്നവൻ ഞാനാണ്, നീ വിളിക്ക്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു. അള്ളാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് പറയുന്നുണ്ട്, നീ വിളിച്ചാൽ യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇബ്രാഹിമേ, നീ വിളിക്ക്, അവർ വരും. യഅ്തൂക, അവർ നീ വിളിക്കുന്നിടത്ത്, ഈ സ്ഥലത്ത് അവർ വരും. എങ്ങനെ വരും? നല്ല കോടീശ്വരന്മാരായിട്ട് പളപളപ്പുന്ന പണത്തിന്റെ പകിട്ടിൽ വരുമെന്നല്ല പറഞ്ഞേ, റിജാലൻ, കാൽനടയായിട്ട് വരും. വഅലാ കുല്ലി ളാമിരിൻ, മെലിഞ്ഞൊട്ടിയ. ളാമിർ എന്ന് പറഞ്ഞാല് ഒട്ടിയിട്ട് ഇങ്ങോട്ട് വയറിങ്ങോട്ട് ഒട്ടിയിട്ട് വാരിയല്ലുകളൊക്കെ പുറത്തുനിന്ന് ഇങ്ങനെ കാണാവുന്ന രൂപം നോക്കി ഒരു ഒട്ടകത്തിന്റെ ദിവസങ്ങളോളം ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ മരുഭൂമിയിലൂടെ ദിവസങ്ങൾ സഞ്ചരിച്ചാൽ ആകുന്ന രൂപമുണ്ടല്ലോ, അതാണ് മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത്. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ഇടുങ്ങിയ, ഒട്ടും വിസ്താരമില്ലാത്ത ഇടുങ്ങിയ മലമ്പാതകൾ താണ്ടി, പാറക്കെട്ടുകളും കുന്നിൻ ചെരുവുകളും വളരെ ഇടുങ്ങിയ വഴികളും താണ്ടി അവർ ഇവിടെ വരും. നീ വിളിക്കുന്ന. ഹജ്ജിന് വരേണ്ടത് ആരാ? നമ്മളൊക്കെ മനസ്സിലാക്കിയത് ഇഷ്ടം പോലെ പൈസ ഉള്ള, എല്ലാ ബാധ്യതയും, മകളെ കെട്ടിച്ചു, മകളെ കുട്ടിനെ കെട്ടിച്ചു, ആ കെട്ടിച്ച കുട്ടിക്കും മരുവനും വീടുണ്ടാക്കി കൊടുത്തു, ഏർപ്പാടാക്കി കൊടുത്തു, ഇതിന്റെ എല്ലാ ബാധ്യതയും കഴിഞ്ഞു, ഇനിയൊരു ഹജ്ജിന് പോകണം എന്നാണ് നമ്മുടെ നാട്ടിൽ സാധാരണ മനുഷ്യന്മാർ പറയാറ്, അല്ലേ? ഹജ്ജിന് പോരേണ്ടത് ആരാന്നറിയങ്ങള്? ഈ രൂപത്തിൽ മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തായും അതേപോലെ മലമ്പാതകൾ താണ്ടിയും കാൽനടയായിട്ടുമൊക്കെ അവർ ഇവിടെ വരും എന്ന് അല്ലാഹു തആല പറയുമ്പോൾ ആരാണ് ആ വരുന്നത്? എങ്ങനെയായിരിക്കും ആ വരവ് എന്ന് നമുക്കൊന്ന് മനസ്സിൽ കാണാം. നമ്മുടെ പൂർവികരായ ആളുകൾ, ഞാൻ എൻ്റെ ഒരു പഴയ പണ്ഡിതനായ പൂർവികനായ ഒരു വലിയ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഒരു ഹജ്ജ് യാത്രയെ കുറിച്ച് പറഞ്ഞെടുത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്യമുണ്ട്. കപ്പലിലാണ് യാത്ര, മാസങ്ങളെടുക്കുന്ന യാത്രയാണ്. അതിന്റെ ഇടയ്ക്കൊരു വർത്താനം കേട്ടു, ഒരാൾ മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ, മയ്യത്ത് കുളിപ്പിക്കാനും നിസ്കരിക്കാനും കപ്പലിൽ ചെറുതാണെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ മയ്യത്ത് നിസ്കരിച്ച ശേഷം ആ മയ്യത്ത് ഒരു കയറിൽ കെട്ടി, ഭാരത്തിന് വേണ്ടി ഒരു കല്ലുകൂടി അതിന്റെ മേലെ കെട്ടിവെച്ച് ആ മയ്യത്ത് കടലിലേക്ക് ഇറക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയും എന്തുണ്ടായിരുന്നു? ഹജ്ജ് യാത്രകൾ ഉണ്ടായിരുന്നു. ഹജ്ജ് ചെയ്ത പലരും നാട്ടിൽ തിരിച്ചെത്തിയില്ല. നമ്മുടെ പൂർവികരായ ചിലരുടെയൊക്കെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, അവരുടെ പൂർവ്വപിതാക്കളുടെ ചരിത്രം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു എന്നാണ്. തിരിച്ചു വന്നു എന്ന് കാണുന്നില്ല. പലരും തിരിച്ചു വന്നില്ല. ഇന്നിപ്പോ നമ്മൾ സൗകര്യങ്ങളുടെ വല്ലാത്ത ഒരിടത്താണ്. ഭക്ഷണമൊക്കെ എത്ര ചോറ തിന്നണ്ടേ നമുക്ക് തന്നെ അറിയില്ല, ആകെ കൺഫ്യൂഷൻ ആവുക. വലിയ ഒരു സുഖത്തിന്റെ ലോകത്താണ്. അപ്പോഴും നമ്മൾ ഓർക്കണം, ഹജ്ജിന്റെ ശരിയായ തനതായ അതിന്റെ ഒരു പഴയ രൂപം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഖുർആൻ ഈ രൂപത്തിലുള്ള ആ ഹജ്ജിന് വരുന്ന ആളുകൾ എങ്ങനത്തെ ആളുകളായിരിക്കുമെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. മറക്കാതിരിക്കാനാ. ഒരു കാലത്ത് നമ്മുടെ തലമുറക്ക് തോന്നാൻ പാടില്ലല്ലോ, ഇത് കോടീശ്വരന്മാർ ചെയ്യേണ്ട പരിപാടിയാണെന്നില്ലേ, അല്ലേ? ഓക്കെ. അപ്പോ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വരുന്നു എന്ന് പറയുമ്പോ എന്തിനാ അള്ളാഹു നമ്മളെ വിളിച്ചത്? ഇവിടെ വന്നുകൊണ്ട് ഈ കാരക്കും വെള്ളമൊക്കെ കുടിക്കാനാണോ?
ഇവിടുത്തെ ചൂടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനാണോ? ഇവിടുത്തെ പാറക്കെട്ടുകളും കുന്നുംപുറങ്ങളൊക്കെ അനുഭവിക്കാനാണോ? എന്തിനാ അള്ളാഹു നമ്മളെ വിളിച്ചത്? എന്തിനാ നമ്മൾ വന്നത്? ഇതൊക്കെ ഒന്ന് കാണാനും ജിദ്ദയിലും പരിസരത്തൊക്കെ ഉള്ള നമ്മളെ കുടുംബക്കാരൊക്കെ കാണാനും ഇനി നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ പേരിന് പുറമെ ഒരു ഹാജി എന്ന പേരും കൂടി കൂട്ടിച്ചേർത്ത് നാട്ടുകാരെ മുമ്പിൽ ഹാജിയായിട്ട് അറിയപ്പെടാനും അതിനൊന്നും അല്ലല്ലോ നമ്മൾ വന്നത്. ഞാൻ ഇതാ വരുന്നു റബ്ബേ എന്ന് അള്ളഹാനോട് നമ്മൾ പറയുമ്പോ എന്തിനാ എന്നെ വിളിച്ചത് നമ്മൾ ചോദിച്ചില്ലല്ലോ. അള്ളാഹുവേ എന്തിനാ എന്നെ വിളിച്ചതെന്നല്ല ചോദിച്ചേ, ഞാൻ ദാ വരുന്നതാ. ഞാൻ ദാ വരുന്നു എന്ന് മറുപടി പറയുമ്പോ എന്തിനാണ് നമ്മളെ വിളിച്ചത് നേരത്തെ അറിയണ്ട. വീട്ടിൽ നിന്ന് നമ്മളെ അടുക്കളയിൽ നിന്ന് ഉമ്മ വിളിക്കാം, എടി മോളെ പട വാ. എന്തിനാണ് വിളിക്കുന്നത് എന്ന് അറിയില്ലെങ്കിൽ നമ്മൾ എന്താ ചോദിക്കാം? എന്നാ അമ്മ എന്നാ ചോദിക്കാം. ഞാൻ ദാ വരുന്നത് പറയണത് എന്തിനാണ് വിളിച്ചത് എന്ന് അറിയുമ്പോഴാണ് ഉത്തരം ഉണ്ടാവുക. അപ്പൊ അള്ളാഹു നമ്മളെ വിളിച്ചപ്പോ പടച്ചോനെ ഞാൻ ദാ വരുന്നു എന്ന് പറയുമ്പോ എന്തിനാണ് ആ വിളിച്ചത് എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. എന്തിനാ വിളിച്ചത്? സ്വർഗത്തിൽ പോകാൻ. സ്വർഗത്തിൽ പോകാൻ അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് ഒരുപാട് ആളുകളുടെ പേര് അള്ളാഹു സ്വർഗത്തിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ്. ആ സ്വർഗത്തിലേക്ക് വേണ്ടി മാറ്റി എഴുതുന്നവരുടെ പട്ടികയിൽ നമ്മൾ ഉണ്ടാവണം. അതുകൊണ്ടാണ് കുഞ്ഞു കുട്ടികളെ, ചെറിയ കുട്ടികളെ അയൽപ്പക്കത്തോ കുടുംബക്കാരെയോ ഏൽപ്പിച്ച് തീരാത്ത ജോലികൾ പകുതിയിൽ വെച്ച് കിട്ടാത്ത ഓഫീസിൽ നിന്ന് ലീവ് പിടിച്ചു വാങ്ങി ഇല്ലാത്ത പണമുണ്ടാക്കി നമ്മൾ ഓടി വന്നത് എന്തിനാണെന്നറിയോ? വേറെ ഒന്നിനല്ല, നമുക്ക് സ്വർഗത്തിൽ പോണം. ആ സ്വർഗത്തിലേക്കുള്ള ആളുകളുടെ പട്ടിക അള്ളാഹു എഴുതുമ്പോ ആ പട്ടികയിൽ എന്റെ പേരുണ്ടാവണം, നിങ്ങളുടെ പേരുണ്ടാവണം. അതിന് ഓടിക്കരച്ചു വന്ന നമ്മള് ദുന്യാവിലെ മുഴുവൻ ഒഴിവാക്കിയിട്ടാ വന്ന്. യാത്ര ചെയ്യുമ്പോ, വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനയിലെ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ സാഹിബ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ലി. അല്ലാഹുവേ, ഈ യാത്രയിൽ എന്റെ കൂട്ടാളി ആരാ? എന്റെ അടുത്തിരിക്കുന്ന ഭാര്യയെ, വിമാനം ഓട്ടുന്ന പൈലറ്റോ, എയർഹോസ്റ്റോ ഓരോന്നും വിചാരിച്ചാൽ ഒന്നും നടക്കൂല. ആ വിമാനം ആ കുലുക്ക ഒന്നും കൂടി തോനണ് കുലുങ്ങിയിട്ട് പിടുത്തം വിട്ട് താഴേക്ക് വീണാലേ ഇതൊന്ന് സൈഡാക്കട്ടെ എന്ന് പറയാൻ പോലും ആരും ഉണ്ടാവില്ല. തീർന്ന്. പടച്ചോനെ, ഈ യാത്രയിൽ എന്റെ സഹയാത്രികൻ നീയാണ്. വൽ ഖലീഫത്തു ഫിൽ അഹ്ലി. എന്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോ നിൽക്കുക. പൂർത്തിയാവാത്ത ഒരുപാട് കാര്യങ്ങളും പ്രായമാവാത്ത കുറെ ആളുകളും അവരെ കിട്ടിട്ട് പോന്നിക്കുക. പടച്ചോനെ, നിന്നെ ഏൽപ്പിച്ചാട്ടോ ഞാൻ പോരുന്നത്. എന്താ നിങ്ങള് അങ്ങനെ ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്? ആ ഇറക്കം നമ്മൾ അറിയാതെ ഇറങ്ങിയതല്ല, മനഃപൂർവ്വം ഇറങ്ങിയതാ. എന്തിനിറങ്ങിയതാ? സ്വർഗത്തിലേക്ക് വേണ്ടി പേരെടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ റബ്ബേ ദാ ഞാൻ ഉണ്ടാവണം കേട്ടോ, ഞാൻ ദാ വരുന്ന് ഓടി വന്നതാ നമ്മള്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞേ? ഹജ്ജുൻ മബ്റൂർ, ഹജ്ജുൻ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഓ, എന്തല്ലേ ഹജ്ജുൻ മബ്റൂർ, പുണ്യം നിറഞ്ഞ ഒരു ഹജ്ജ്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന പോലെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ ഒരു ഹജ്ജായി നമ്മുടെ ഹജ്ജ് മാറിയാൽ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാത്ത പ്രതിഫലമല്ലാതെ, സ്വർഗമല്ലാത്ത ഒരു പ്രതിഫലമില്ല ഇതിന്. ഈ ഹജ്ജ്, നമ്മുടെ ഈ ഹജ്ജ്, നമ്മൾ ഉദ്ദേശിച്ചു വന്ന ഈ ഹജ്ജ്, നമ്മുടെ വാക്കും പ്രവർത്തനങ്ങളും ഒക്കെ ശരിയായി നിയന്ത്രിച്ച് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച പോലെ, അള്ളാഹു പഠിപ്പിച്ചതുപോലെ ഈ ഹജ്ജ് നിർവഹിക്കാനായാൽ നമ്മൾ ഈ നാട് വിട്ടു പോകുന്നതേ കോടീശ്വരന്മാരായിട്ടാണ്. എന്താ കോടീശ്വരന്മാർ എന്ന് പറഞ്ഞാല്? കോടീശ്വരനായിട്ട്. ഇപ്പുള്ള കോടി എന്നല്ല. ഇപ്പുള്ള കോടി എന്തിനാ പറ്റുക? ഇപ്പൊ ഈ ശ്വാസം കണ്ട് നിലച്ചാൽ നമുക്കൊരു കോടിയില്ല. ആകെ ഒരു വെള്ളത്തുണിയുടെ കോടിയിൽ പൊതിഞ്ഞ നമ്മൾ അല്ലേ. ഇന്നിപ്പോ ഞാട്ട കുപ്പായത്തിന് ഒരു മീറ്ററിന് 1200 വില. ഞാൻ മരിച്ചാലേ എന്റെ മയ്യത്ത് കഫൻ ചെയ്യാൻ വേണ്ടി മക്കൾ തുണിക്കടയിൽ ചെന്നിട്ട് ചോദിക്കും, ബാപ്പ മരിച്ചിട്ടുണ്ട്, കഫൻ ചെയ്യാൻ തുണി വേണം. തുണിക്കാരൻ ചോദിക്കും, കടക്കാരൻ ഏതാ വേണ്ടത്? അവ ഏതൊക്കെ ഉള്ളത്? മീറ്ററിന് 15 ഉറുപ്പ്യ ഉള്ളതുണ്ട്, മീറ്ററിന് 40 ഉറുപ്പ്യ ഉള്ളതുണ്ട്, മീറ്ററിന് 60 ഉറുപ്പ്യ ഉള്ളതുണ്ട്. ഏതാ വേണ്ടത്? എന്താ മക്കൾ പറയാറിയോ? ഏതായാലും മണ്ണ കള്ളല്ലേ, 15 ഉറുപ്പ്യന്റെ മതി അല്ലേ. ഇന്ന് നമ്മൾ തേക്കുന്ന അക്രയതരങ്ങള് ഇത്ര ചെറിയ കുപ്പിക്ക് 4000 5000 കൈമങ്ങനെ. മരിച്ചു കിടക്കുന്ന മയ്യത്തിന് വില കണ്ടങ്ങള് 250 മില്ലി റോസ് വാട്ടറിന് 15 ഉറുപ്പ്യ. അതിന്റെ അടപ്പ് പറഞ്ഞ പാരലാണ്, തേക്കലല്ല. അതിന്റെ അടപ്പ് തുറന്ന കുപ്പിയോണ്ട് പാരല. എന്താ വില അറിയങ്ങള്? 250 മില്ലിക്ക് 15 ഉറുപ്പ്യ. ഇത്ര വില കുറഞ്ഞ അല്ലേ. നമ്മുടെ വീട്ടിൽ വില കൂടിയ 16x16 വലിയ ബെഡ്റൂമിൽ നല്ല സോഫ്റ്റായ ബെഡും കിടക്കൊക്കെ ഉണ്ടെങ്കിലും എവിടെ കൊണ്ടുപോയി വെക്കുക? നിങ്ങള് ദ മണ്ണില്
കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ 2023 ഹജ്ജിന് നമ്മൾ ഇതേ ഹോട്ടലിലെ താമസിച്ച് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ എടുത്ത് ക്ലാസ് എടുത്ത് എൻ്റെ കൂടെ ഇരുന്ന ഒരാളുണ്ടായിരുന്നു, ബോംബെയിൽ സെറ്റിലായ ഒരു നമ്മുടെ നാട്ടുകാരൻ. അദ്ദേഹം അതിൻ്റെ തൊട്ടടുത്ത ദിവസം മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് മക്കയിലെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി ആ മയ്യത്ത് ഖബറിൽ വെച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആള് പറഞ്ഞത്, ആ മുഖത്തിൻ്റെ കെട്ടഴിച്ചിട്ട് ആ കവിള് ഭാഗത്തേക്ക് ഇത്തിരി മണ്ണ് വാരിയിട്ടിട്ട് അത് മണ്ണിനോട് ചേർത്ത് വെക്കാനാണ് പറഞ്ഞത്. അത്രയേ ഉള്ളൂ, അവിടെ തീരും. നമ്മുടേതാണ് എന്ന് പറഞ്ഞല്ലേ. മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മയ്യത്ത് നിസ്കാരത്തിൻ്റെ 3ാമത്തെ റക്അത്തിൽ ഒരു പ്രാർത്ഥന ഉണ്ട്. ഇതാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹുമ്മ അബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരി. പടച്ചോനെ, ഗൾഫിലൊക്കെ പോയിട്ട് നാട്ടിൽ ബിസിനസ് ചെയ്ത് നിർത്തിയിട്ട് കഷ്ടപ്പെട്ട് കോടികൾ ഉണ്ടാക്കിയ വീടാണ്. പക്ഷെ ഈ വീട്ടിൽ ഇനി ആളില്ല, മയ്യത്ത് ഇറങ്ങാൻ പോവുക, പിന്നെ വീട്ടിൽ മൂപ്പരില്ല. അതുകൊണ്ട് അല്ലാഹുവേ അബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരി, ഈ വീടിനേക്കാൾ നല്ലൊരു വീട് അദ്ദേഹത്തിന് കൊടുക്കണം കേട്ടോ. കാരണം എന്താ? അദ്ദേഹം വീടില്ലാത്തോളാ, ഇനി വീടില്ല. വാഹിലൻ ഖൈറൻ മിൻ അഹ്ലി, സ്നേഹിച്ചു വളർത്തിയ മക്കള്, കുടുംബം. പടച്ചോനെ, ഈ കുടുംബത്തിൽ നിന്ന് പുറത്ത് റേഷൻ കാർഡിൽ നിന്ന് വെട്ടും, എല്ലായിടത്തു നിന്ന് വെട്ടും, പിന്നെ ആ കുടുംബത്തിൽ നമ്മളില്ല. പടച്ചോനെ, ഒരു നല്ല കുടുംബം കൊടുക്കണേ. അതിന് വലിയ രസം കാര്യങ്ങൾ ജീവിതാവസാനം വരെ നെഞ്ചോട് ചേർന്ന് നിന്നിട്ട് പലപ്പോഴും നമ്മുടെ ഇണകൾ പറഞ്ഞിട്ടുണ്ട്, ഭാര്യയോട് ഭർത്താവും ഭർത്താവിനോട് ഭാര്യയും പറഞ്ഞിട്ടുണ്ട്, മരിച്ചാലും നിങ്ങൾ ഇൻ്റെതാവണം കേട്ടോ. ഇപ്പം എന്താ പ്രാർത്ഥിച്ചത്? വസൗജൻ ഖൈറൻ മിൻ സൗജി, പടച്ചോനെ നല്ല ഒരു ഇണയെ കൊടുക്കണേ. എന്താ പ്രാർത്ഥന അല്ലേ? എന്താ അറിയോ, പെട്ടെന്ന് വർഷങ്ങൾ കൊണ്ട് നമ്മൾ കെട്ടിപ്പടുത്ത നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ നമ്മുടേതല്ലാതെ ആവാൻ ഒരു സെക്കൻഡ് മതി. ഒരൊറ്റ വലി, ഒരമർത്തല്, പിന്നെ ബാക്കിലേക്ക് ഒരു വീഴ്ച, പിന്നെ ഭാര്യയില്ല, മക്കളില്ല, പറമ്പില്ല, വീടില്ല, കാറില്ല, ബാലൻസ് ഇല്ല, അക്കൗണ്ട് ഇല്ല, ഒന്നുമില്ല, വട്ടപൂജ്യം, സീറോ. അതാണ് ഈ ദുനിയാവ്, ഇവിടുത്തെ കോടി. പക്ഷേ നമ്മുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചാൽ നമ്മൾ കോടീശ്വരനാണ്. എന്താ കാരണം അറിയാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഒരിക്കൽ, സ്വർഗത്തിന്റെ വിലത്തിലേറി, സ്വർഗത്തിലെ ഭൂമിയുടെ വിലത്തിലേറി. ഈ ഭൂമിയിൽ നിങ്ങൾ കണ്ട ഏറ്റവും വില കൂടിയ മണ്ണേതാ? ഞാൻ ഒരിക്കൽ കേരളത്തിലെ ഏറ്റവും വില കൂടിയ ഭൂമി ഏതാണെന്ന് ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എറണാകുളം പട്ടണത്തിന്റെ ഒരു പ്രത്യേക ഭാഗം കാണിച്ചു. നിങ്ങൾ വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഭൂമി ഏതാണ്? ആ ഭൂമിക്ക് ഒരു വില ഉണ്ടാവും, ഇത്ര ഡോളർ, ഇത്ര മില്യൺ ഡോളർ വില ഉണ്ടാവും. പക്ഷേ സ്വർഗത്തിന് വില പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ എങ്ങനെ അറിയങ്ങൾ? ഭൂമിയിലുള്ള സകല സ്വത്തും, ഈ 800 കോടി മനുഷ്യന്മാരുണ്ടല്ലോ, ഓരോ കയ്യിലുള്ള സകല സ്വത്തും അതൊക്കെ നമ്മൾ ഒരാളും കണ്ട് സ്വരൂപിച്ചിട്ട് അതുമായിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗം വാങ്ങാൻ ചെന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ, ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം വാങ്ങാൻ അത് തികയിലാണ്. ഒരു ചാട്ടവാറുണ്ടാവും, ഇത്ര എപ്പോഴൊരു വടി, ആ വടിമർ നൂല് അല്ല ചാട്ടവാറ്, അത് ചാരി വെക്കാൻ ഒരു വിരലിന്റെ സ്ഥലം മതി. ഈ സ്ഥലം വാങ്ങാൻ ഭൂമിയിലെ സകല സ്വത്തും മതിയാവൂല. അതാ സ്വർഗം. ഈ ഹജ്ജ്, നമ്മുടെ ഈ ഹജ്ജ് പടച്ചതമ്പുരാൻ സ്വീകരിച്ചാൽ നമ്മുടെ നാട്ടിലേക്ക് മടങ്ങുന്നത് കോടീശ്വരന്മാരായിട്ട്. അള്ളാഹു നമ്മുടെ ഹജ്ജൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ ഈ സ്വർഗത്തിലേക്ക് പേരെഴുതുന്നവരുടെ കൂട്ടത്തിലേക്ക് റബ്ബേ ഞാനിതാ വരുന്നേ, ഇനി ആ കൂട്ടത്തിൽ കൂട്ടണം കേട്ടോ. വേറെ ഒരു നീയത്തുമില്ല. ഹാജിയായെന്ന് അറിയപ്പെടണമെന്നോ ഹജ്ജുമ എന്ന് വിളിക്കണമെന്നോ നാട്ടിൽ പള്ളി പ്രസിഡന്റ് ആവണമെന്നോ ഒരു നീയത്തും നമുക്കില്ല. ഒരൊറ്റ നീയത്തുള്ളൂ, പടച്ചോനെ ആ സ്വർഗത്തിലേക്കുള്ളവരുടെ പേര്, എൻ്റെ പേര് ആ കൂട്ടത്തിൽ ഉണ്ടാവണം. അതിനുവേണ്ടി വന്നത് നമ്മൾ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് ഹാജറെടുക്കുമ്പോൾ ആ ഹാജർ പുസ്തകത്തിൽ ഹാജർ എന്ന് പറയാൻ നമ്മൾ ഉണ്ടാവണം. ആ ഒരൊറ്റ ചിന്ത മാത്രമേ നമ്മുടെ മനസ്സിലിവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. വേറെ ഒരു ചിന്തയില്ല. എല്ലാം മാറ്റി വെക്കുക. നമുക്ക് സ്വർഗം കിട്ടണം, സ്വർഗത്തിലെത്തണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെത്താൻ എന്താ നമുക്ക് തടസ്സം? ഇപ്പം നമ്മളൊക്കെ നാട്ടിൽ ചില TV പ്രോഗ്രാമിലൊക്കെ ചില ആൾക്കാർ പങ്കെടുക്കും, മത്സരം, ചിലപ്പോൾ ഒരു 50 ലക്ഷം റുപ്യ കാറൊക്കെ സമ്മാനം കിട്ടും. ഒരു കഠിനമായ പരിശീലനം നടത്തിയിട്ട് ഓരോ പ്രോഗ്രാമിലും പങ്കെടുക്കും. എന്നിട്ട് പണ്ടൊക്കെ നമുക്കൊക്കെ ചില കുടുംബക്കാരും പരിചയക്കാരും വിളിക്കും, എൻ്റെ മോൻ പങ്കെടുത്തിൻ്റെ ഇൻട്രസ്റ്റാണ്, നിങ്ങളെ ഇമെയിൽ കൂടി വേണം കേട്ടോ, നിങ്ങളെ സപ്പോർട്ട് വേണം കേട്ടോ. നാട് മുഴുവൻ ആൾക്കാരെ വിളിച്ച് കുടുംബം ഇല്ലാത്തവരെയും കുടുംബക്കാരാക്കി സപ്പോർട്ട് വേണം. എന്താ നിങ്ങൾ ചിലപ്പോൾ എന്ത് സമ്മാനം കിട്ടാനാണ്. പക്ഷേ ഈ അനശ്വരമായ സ്വർഗം കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ വെച്ചത് ലളിതമായ മാർഗം. പക്ഷേ ആ ലളിതമായ മാർഗത്തിൽ നിന്ന് സ്വർഗത്തെ ദുർഘടമായ ഒരവസ്ഥയിലേക്ക് മാറ്റിയത് എന്താ അറിയോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകളാണ്. നമ്മുടെ ജീവിതത്തിൽ
നിങ്ങൾക്കറിയോ, നമ്മൾ ഭൂമിയിൽ ജനിച്ചു വീണപ്പോഴേ സ്വർഗത്തിന്റെ അവകാശികളായിട്ടാണ് ജനിച്ചു വീണത്. ആ ജനിച്ച സമയത്ത് നമ്മൾ കുട്ടികളായിരിക്കെ നമ്മൾ മരിച്ചിരുന്നെങ്കിൽ നമ്മൾ എവിടെയുള്ളത്? നമ്മൾ സ്വർഗത്തിലാ, ഒരു സംശയമില്ല. മുത്തുമാലയുടെ നൂല്, ഇപ്പൊ ഇവിടെ ഒരു മുത്തുമാല, നല്ലൊരു ഒരു നൂലിൽ കോർത്തെടുത്ത മുത്തിന്റെ ഒരു മാല, ആ നൂലങ്ങോട്ട് പൊട്ടി. ആ നൂല് പൊട്ടി എന്താ സംഭവിക്കാം? ആ മുത്ത് ഇങ്ങനെ ചാടി കളിക്കൂല ഈ മാർബിൾ തറയിൽ, അതേപോലെ സ്വർഗത്തിൽ ഇങ്ങനെ ചാടി കളിക്കുന്ന കുട്ടികൾ ഉണ്ടാവുന്ന. ആരാണ് ആ കുട്ടികൾ? ചെറുപ്പത്തിൽ മരിച്ചുപോയ കുട്ടികളാണ്. ജനിക്കുമ്പോൾ നമ്മളൊക്കെ സ്വർഗാവകാശികളായിട്ടാണ് പിറന്നത്. പക്ഷേ പിന്നീട് ആ സ്വർഗം നമുക്ക് എവിടെ കൈമോശം വന്നത്? ദുന്യാവിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ, ദുന്യാവിന്റെ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള പെരുമ്പാച്ചിൽ. ആ സ്വർഗത്തിന് തടസ്സമാകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി പണമുണ്ടാക്കാൻ, ആസ്വദിക്കാൻ, സുഖിക്കാൻ, നമ്മൾ ഇഷ്ടപ്പെട്ടത് നടത്താനൊക്കെ നമ്മൾ ഹലാലും ഹറാമും നോക്കാതെ വാരിക്കൂട്ടിയപ്പോൾ സത്യത്തിൽ ലക്ഷങ്ങൾ കിട്ടിയപ്പോഴും നമുക്ക് പോയതെന്താ? അനശ്വരമായ കോടികൾ സ്വർഗം. ഇപ്പൊ ആ സ്വർഗം തിരിച്ചു പിടിക്കാൻ നമുക്ക് ആഗ്രഹം. പക്ഷേ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഒരു മതില് പോലെ നമ്മുടെയും സ്വർഗത്തിന്റെയും ഇടയിൽ അങ്ങനെ കട്ട പിടിച്ച് കിടക്കണം. എന്താ മാർഗം? ആ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം. കാരുണ്യവാനാണ് പടച്ച തമ്പുരാൻ. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ വിശേഷണം എന്താ അറിയോ? അള്ളാഹു കാരുണ്യവാനാണ്. അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹുവിന്റെ കോപത്തിനെ അതിജയിച്ചിരിക്കുന്നു എന്നാണ്. എന്താ പറഞ്ഞേ? അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹുവിന്റെ കോപത്തിന് നമ്മുടെ പ്രതീക്ഷ അതാണ്. ചെയ്തോടത്തോളം വെച്ച് നോക്കുകയാണെങ്കിൽ സ്വർഗത്തിന്റെ അയലോത്തും പോകില്ല. പക്ഷെ നമ്മുടെ പ്രതീക്ഷ എന്താ അറിയോ? എന്റെ റബ്ബ് കാരുണ്യവാനാണ്, എന്നോട് കരുണ കാണിക്കും, എന്റെ കണ്ണീരിന്റെ റബ്ബ് കാണും, എന്റെ മനസ്സിന്റെ റബ്ബ് കാണും. ആ റബ്ബ് എന്നോട് കരുണ കാണിക്കും, എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആ റബ്ബിന്റെ കൂടെ ഉണ്ടാവും. ഈ പ്രതീക്ഷയല്ലേ നമ്മളെ നിലനിർത്തുന്നത്. അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്ത് കണക്കൂട്ടിയാൽ ആ വഴിക്ക് പോകാൻ കഴിയില്ല. അള്ളാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. എന്താ പറഞ്ഞാലോ? തെറ്റുകൾ ചെയ്ത് തെറ്റ് ചെയ്ത് ഞാൻ ഒരിക്കലും നന്നാവൂല, ഞാൻ സ്വർഗത്തേക്ക് എന്തായാലും പോവൂല എന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാരെ വലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് ഒരിക്കലും നിങ്ങൾ നിരാശരാവരുത്. അള്ളാന്റെ കാരുണ്യം ഭയങ്കര. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ, നിങ്ങളുടെ സകല പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹു സന്നദ്ധനാണ്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷ ഉണ്ട്. എന്താണ്? മനസ്സിൽ തട്ടി ആത്മാർത്ഥമായിട്ട് നമ്മൾ പറഞ്ഞാൽ, നമ്മൾ കരഞ്ഞാൽ, നമ്മുടെ കാരുണ്യവാനായ റബ്ബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ മാതാപിതാക്കൾ ആ മനുഷ്യനെ സ്നേഹിക്കുന്നതിനേക്കാൾ എത്ര ഇരട്ടി? 100 ഇരട്ടി. 100 ഇരട്ടി റബ്ബ് നിങ്ങളെ സ്നേഹിക്കുന്നു അല്ലേ? ആ റബ്ബിന്റെ സ്നേഹത്തിലും അവന്റെ കാരുണ്യത്തിലും അവന്റെ ദയയിലും മനസ്സ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ മക്കയിലേക്ക് ഓടിക്കതച്ചു വന്നത്. ഒരുപാട് കാര്യങ്ങളെ മാറ്റിവെച്ച്, ഒരുപാട് ബന്ധങ്ങളെ മാറ്റിവെച്ച്, ഒരുപാട് കണ്ണീരുകൾ കാണാതെ നിന്നാണ് നമ്മൾ കഷ്ടപ്പെട്ട് ഓടി വന്നത്. പണക്ക് എത്രയാ കൂടിയത്? 5 പറഞ്ഞു, 6 ആയി, 7 ആയി, 8 ആയി. നമ്മളെ വീട്ടിൽ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലൊരു കൊതിയുണ്ട്, സ്വർഗത്തിലെത്തണം. ആ കൊതിയിൽ ഓടി വന്നതാണ്. പക്ഷേ നമ്മുടെ പാപങ്ങൾ നമ്മളെ അലോസരപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ തെറ്റുകൾ നമ്മളെ ഇടങ്ങേറാക്കുന്നുണ്ട്. ജീവിതത്തിൽ നമ്മളേറ്റവും പേടിക്കേണ്ട സംഗതി എന്താ? നിങ്ങൾ ക്യാൻസർ വരുന്ന ഇല്ല, അങ്ങനെ ബാത്റൂമിൽ പോയപ്പോൾ, വയറ്റിന്ന് പോയപ്പോൾ ചെറിയൊരു ചോര പോലെ തോന്നൽ, അടുത്ത ആശുപത്രിയിൽ ചെന്ന് പുറത്തേക്ക് മാറ്റി, മെഡിക്കൽ കോളേജിലെത്തി, നിങ്ങൾ MVR പോയോക്കി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? പിന്നെ ഫോൺ വേണ്ട, റീൽസ് വേണ്ട, കല്യാണം വേണ്ട, തക്കാരം വേണ്ട, കഴിഞ്ഞ്. ഇത്രയേ ഉള്ളൂ. അങ്ങനെ പതുക്കെ ഒരു എന്താ പറയാ, ഉറുമ്പ് അല്ലെ, ഉറുമ്പ് ഇങ്ങനെ കഷ്ടപ്പെട്ട് കൂട്ടി വെക്കുന്നത് കാക്ക വന്ന് ഒരൊറ്റ കോരൽ പോരാനേ ഉണ്ടാവുള്ളൂ. നമ്മളൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഉറുമ്പിനെ പോലെ സംരക്ഷിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, ഒരൊറ്റ കോരൽ, 2 കീമോ, 4 ഓപ്പറേഷൻ, 3 യാത്ര, ഇന്ന് വെല്ലൂരൊന്ന് പോയോക്കി വന്നാൽ തീർന്ന്. ചിലപ്പോൾ ഓട്ടോറിക്ഷയിൽ ടൗണിൽ പാട്ടുപാടും ബക്കറ്റുമായിട്ട് നമുക്ക്. അതും മനുഷ്യന്മാർക്ക് വേണ്ടിയില്ല, അവിടെ കിട്ടും. അതുകൊണ്ട് നമുക്കൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ജീവിതത്തിൽ ഏറ്റവും പേടിക്കേണ്ടത് അതൊന്നുമല്ല. രോഗം വന്നാൽ പരമാവധി എന്തുണ്ടാവുള്ളൂ? മരിക്കും. പട്ടിണി വന്നാൽ മാക്സിമം എന്താവുക? മരിക്കും. കടം കയറിയാൽ മാക്സിമം എന്താവുക? മരിക്കും. മരണത്തോടുകൂടി കടത്തിന്റെ വേദന തീരും, രോഗത്തിന്റെ വേദന തീരും, വിശപ്പിന്റെ വേദന തീരും, ഒക്കെ മരണത്തോടു കൂടി തീരും. പക്ഷേ മരണത്തോടു കൂടി തീരാത്തൊരു വേദന ഉണ്ട്, അല്ലെങ്കിൽ മരണത്തോടു കൂടി തുടങ്ങുന്നൊരു വേദന ഉണ്ട്. അതേതാ വേദന? ചെയ്ത തെറ്റുകളുടെ വേദന.
അത് അള്ളാഹു നമ്മുടെ മരണത്തോടു കൂടി നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ ഒറ്റക്ക് അനുഭവിക്കണം. ഇപ്പം നിങ്ങൾക്ക് വേദന വന്നാൽ സംഭവിക്കാം, സാരല്ലോ, സുഖാവട്ടോ, നമുക്ക് ആശുപത്രി പോകട്ടോ, ആശ്വസിപ്പിക്കാനും തടവിത്തരാനും മരുന്ന് തരാനും ചികിത്സിക്കാനും ആളുണ്ട്. പക്ഷേ മരണം മുതൽ നമ്മൾ അനുഭവിക്കുന്ന വേദന ഉണ്ടല്ലോ, ആശ്വസിപ്പിക്കാൻ ആളില്ല, സമാധാനിപ്പിക്കാൻ ആളില്ല, മരുന്നുകളില്ല, ആശുപത്രികളില്ല, സംവിധാനങ്ങളില്ല. ഒറ്റക്ക് അനുഭവിച്ചോണം. മക്കളും കുടുംബവും കുട്ടികളും എല്ലാവരും ഡോക്ടർമാരാ. മകൻ ഡോക്ടറാ, മകള് ഡോക്ടറാ, പേരക്കുട്ടികൾ ഡോക്ടറാ, ഒക്കെ ചുറ്റുഭാഗത്തുണ്ട്. ആർക്കേലും സഹായിക്കാൻ പറ്റുമോ? ആർക്കും പറ്റൂല. ഒറ്റക്ക് അനുഭവിച്ചോണം അല്ലേ? അപ്പൊ ആ വേദനയെ നമ്മൾ പേടിക്കണം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാലോ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ചെറിയ തെറ്റ് തമാശക്ക് പോലും ചെയ്തിട്ടില്ലാത്ത ആളാണ് ആര്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തെറ്റും ആ പ്രവാചകന്റെ ജീവിതത്തിലില്ല. പക്ഷേ ആ പ്രവാചകൻ നമ്മളോട് പറയണേ, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, തൂബു ഇലല്ലാഹ്. എന്താ തൂബു എന്ന് പറഞ്ഞാല്? നിങ്ങൾ തൗബ ചെയ്തോളി, തെറ്റുകൾ പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോളി അള്ളാനോട്. എന്നിട്ട് റസൂൽ പറയണേ, ഇന്നി അതൂബു ഫിൽ യൗമി അക്സറു മിൻ 100 മർറ. ഇന്നി, ഞാൻ. ആരാണ് ഞാൻ? റസൂല്. അതൂബു, ഞാൻ എൻ്റെ പാപങ്ങൾ പൊറുക്കാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഫിൽ യൗമി, ഓരോ ദിവസത്തിലും. അക്സറു മിൻ 100 മർറ, മോർ ദാൻ. അതാണ് അക്സർ എന്നാൽ മോർ ദാൻ 100, 100-ലേറെ വട്ടം. ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണ്. ആ 24 മണിക്കൂറിൽ അള്ളാഹുവിന്റെ ഹബീബ് 100-ലേറെ വട്ടം പടച്ചോനെ വല്ലതും പറ്റുകയാണെങ്കിൽ പൊറുക്കണം കേട്ടോ എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു മണിക്കൂറിൽ 4 വട്ടം മിനിമം അല്ലേ? എന്താ കാരണം? ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പേടിക്കേണ്ട സംഗതി തെറ്റ് സംഭവിക്കുന്നുണ്ടോ അതാണ്. അത് അള്ളാഹു പൊറുത്തിട്ടില്ലെങ്കിൽ ഓന്റെ കാര്യം കഷ്ട. ആരുണ്ടായിട്ടും കാര്യമില്ല, ആരൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല, അത് അനുഭവിച്ചേ പറ്റൂ. അതാവട്ടെ, അത് വല്ലാത്തൊരു അനുഭവം കൂടിയാണ്. അതുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും തോനെ പേടിക്കേണ്ടത് തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഠിനമായി ശ്രമിക്കുക. ഇനി നമ്മുടെ ശ്രമത്തിനപ്പുറവും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആദമിന്റെ മക്കൾക്കൊക്കെ ജീവിതത്തിൽ തെറ്റ്. ഇപ്പം നമ്മളൊക്കെ കൂട്ടത്തിൽ നന്നാവാൻ തീരുമാനിച്ചാലും ചിലപ്പോൾ കയ്യിൽ ഒരു ഫോൺ കിട്ടിയാൽ നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം തന്നെ ചിലപ്പോൾ തെറ്റായ ഒരു പ്രവർത്തനമാവാം. ഇത് മനുഷ്യ സഹജമാണ്. ആ തെറ്റുകൾ നമ്മുടെ റബ്ബ് നമുക്ക് പുറത്തു തരണം, അല്ലാതൊരു നിർവാഹമല്ല. തെറ്റുകൾ പൊറുക്കാൻ വേറെ ഒരാൾക്കും അധികാരമല്ല. ഒരാൾക്കും, ഒരു പ്രവാചകനോ ഒരു ഔലിയക്കോ ഒരു വലിയനോ ഒരാൾക്കും നമ്മുടെ തെറ്റ് പൊറുക്കാൻ കഴിയില്ല. അത് അല്ലാഹ് തന്നെ. അള്ളാഹ് ഖുർആനിൽ ചോദിക്കാം, പാപങ്ങൾ പൊറുക്കുവാൻ അല്ലാഹു അല്ലാതെ ആരാണുള്ളത് ചോദിച്ചു. അപ്പൊ ആരുമില്ല, പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹ് മാത്രമേ. അപ്പൊ നമ്മുടെ പാപങ്ങൾ അല്ലാഹ് പൊറുക്കണം. നമ്മുടെ മുമ്പിൽ 3 മാർഗമല്ല, 3 മാർഗം. ഈ 3 മാർഗം കഠിനമല്ല. നീ ഒരുപാട് പാപം വ്യഭിചരിച്ചിട്ടുണ്ട്, പലിശ വാങ്ങിയിട്ടുണ്ട്, കുറെ ചെയ്തുകൾ കൊണ്ട് നിന്റെ പാപം എളുപ്പം പൊറുക്കൂല. ഒരു 25 കൊല്ലം ഹിമാലയത്തിന്റെ മുകളിൽ പോയി തപസ്സിരുന്നു വാ, എന്നാലേ നിന്റെ പാപം പൊറുക്കുള്ളൂ എന്നുള്ള പറഞ്ഞാൽ കുടുങ്ങൂല നമ്മൾ. നീ ഒരുപാട് തോന്നിയാസം ചെയ്തല്ലേ, നിന്റെ പാപം പൊറുക്കണമെങ്കിൽ 3 മക്കളില്ലേ, ഒരു മകനെ പിടിച്ച് അറക്ക്, എന്നാലേ നിന്റെ പാപം ഞാൻ പൊറുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കുടുങ്ങൂലേ? പക്ഷെ അങ്ങനെ അള്ളാഹു നമ്മളെ ഇടങ്ങേറാക്കിയിട്ടില്ല. പാപങ്ങൾ പൊറുക്കാൻ 3 മാർഗം. 1 തൗബ, 2 ഇസ്തിഗ്ഫാർ, 3 ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ. ഇത് 3ഉം നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ്. എന്താ തൗബ എന്ന് പറഞ്ഞാൽ? തൗബ ഒരു നിശ്ചലമായൊരു തെറ്റ്, കൂട്ടത്തോടെ അല്ല. ഞാനൊരു തെറ്റ്, ഞാനൊരു വ്യഭിചാരം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു മോഷണം ചെയ്തു, അല്ലെങ്കിൽ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റ് റബ്ബിന്റെ മുമ്പിൽ വെക്കുക, പടച്ചോനെ ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബേ, എന്റെ അറിവ് കേട്, എന്റെ വിവേകക്കുറവ്, എന്റെ ഈമാന്റെ കുറവ്, തെക്കുവന്റെ കുറവ്, അതുകൊണ്ട് സംഭവിച്ചതാ റബ്ബേ, ഞാൻ അതിന്റെ പേരിൽ ഒരുപാട് വേദനിക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ നിബന്ധന. ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞ് അതിന്റെ പേരിൽ നമ്മുടെ മനസ്സ് വേദനിക്കുക. അങ്ങനെ കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ്, അല്ലാഹുവേ ഈ പാപം ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ആവർത്തിക്കില്ല റബ്ബേ, ഈ പാപം ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല റബ്ബേ. അത് രണ്ടാമത്തെ സ്റ്റെപ്പ്. 3 അല്ലാഹുവേ
എനിക്ക് നീ പുറത്തു തരണം. ഈ 3 സ്റ്റെപ്പാണ് തൗബ. 4ാമത്തെ സ്റ്റെപ്പ് ഉണ്ടാവും വേറെ ചില തെറ്റുകളിൽ. ഒരു വ്യക്തിയോട് നമ്മൾ അന്യായമായി ഒരാളെ ഉപദ്രവിച്ചിട്ടുണ്ട്, അയാളെ സ്വത്ത് പിടിച്ചടക്കിയിട്ടുണ്ട്, അയാളെ വേദനിപ്പിച്ചിട്ടുണ്ട്, അയാളെ നമ്മൾ മാനം കെടുത്തിയിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കണം. ഞാൻ അങ്ങനെ എനിക്ക് ചെയ്തിക്കണ്, നിങ്ങൾ എനിക്ക് പുറത്തു തരണം കേട്ടോ. അത് 4ാമത്തെ നിബന്ധനയാണ്. ആർക്ക്? വ്യക്തികളോട് ചെയ്ത തെറ്റ്. അള്ളാഹുവോട് ചെയ്ത തെറ്റ്, അതിന് ഈ 3 നിബന്ധനകൾ. ഈ നിബന്ധനകൾ പാലിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഇവിടെ മക്കത്ത് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടാവേണ്ട സംഗതി എന്താ അറിയുക? തൗബ ഉണ്ടാവണം. ഹറമിൽ പോകുമ്പോൾ തവാഫിൻ്റെ സമയത്ത് തവാഫ് കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് അപ്പോഴൊക്കെ നമ്മൾ തൗബ ചെയ്യാം. മനസ്സറിഞ്ഞ്, കണ്ണ് നിറഞ്ഞ്, കൈകൾ വിറച്ച്, ചുണ്ട് വിതുമ്പി, കണ്ണ് നിറഞ്ഞ്, റബ്ബേ ഇങ്ങനെ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് റബ്ബേ, അള്ളാഹുവേ ഇനി എൻ്റെ ജീവിതത്തിൽ ഞാനത് ആവർത്തിക്കൂല റബ്ബേ, നീ പൊറുക്കണം കേട്ടോ. ഇത് തൗബ. 2 ഇസ്തിഗ്ഫാർ. എന്താ ഇസ്തിഗ്ഫാർ? അത് പൊതുവായ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി, അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ എൻ്റെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരണേ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നാളെ പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ എഴുതിയ പുസ്തകം തരുമോ നമുക്ക്. അതിങ്ങനെ മറിക്കുമ്പോഴേ നമ്മൾ ചെയ്ത ഓരോ കാര്യം കാണുമ്പോഴും കണ്ണിൽ ഇരുട്ടിങ്ങനെ കയറും. കാരണം ഒക്കെ നരകത്തേക്ക് പോകാനുള്ള കാരണങ്ങളാണ്. അങ്ങനത്തെ ഇങ്ങനെ ചെയ്തൊക്കെയല്ലേ. ആ കൂട്ടത്തില് നമ്മൾ പറഞ്ഞ ഒരു അസ്തഗ്ഫിറുള്ള കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എന്താണ്? ആ അസ്തഗ്ഫിറുള്ള കൊണ്ട് ഒരുപാട് തെറ്റുകൾ അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട്. അപ്പൊ ജീവിതത്തിൽ എന്ത് വർദ്ധിപ്പിക്കുക? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. എന്താ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക? അല്ലാഹുവേ എൻ്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എമ്പടും വർദ്ധിക്കും. നിസ്കാരമൊക്കെ കഴിഞ്ഞ് സലാം വിട്ട ഉടനെ എന്താ പറയല് നമ്മള്? അസ്തഗ്ഫിറുല്ലാഹ്. അതൊരു പ്രധാന ഘടക. ഇസ്തിഗ്ഫാർ അത് വർദ്ധിപ്പിക്കുക ധാരാളം. നമ്മുടെ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. എന്തൊക്കെ പ്രാർത്ഥിക്കല്? പ്രത്യേകിച്ച് ആൾക്കാർ ഹജ്ജിന് വന്നാൽ എന്തൊക്കെയാണ്? കുട്ടികൾ, മക്കള്, കുടുംബം, ജോലി, മകളെ കെട്ടിച്ചോടുത്ത് പ്രശ്നം, മക്കള് പേരക്കുട്ടി പ്രശ്നം, അസുഖം, കുട്ടികളെ പഠനം, എൻട്രൻസ്, ജെറ്റ്, നീറ്റ്, അക്കാദമി, ഒരുപാടുണ്ടാവും. അതൊക്കെ അങ്ങനെ എണ്ണി ഇങ്ങനെ പ്രാർത്ഥിക്കും. പക്ഷേ അതൊക്കെ 2. ഒന്നെന്താണ്? അവനാന്റെ കാര്യം, മക്കളൊക്കെ പിന്നെ അവനാന്റെ കാര്യം സലാമത്താക്കുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക, റബ്ബേ തെറ്റുപറ്റിയിട്ടുണ്ട്, അള്ളാഹുവെ പൊറുക്കണേ. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. 3 കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിലെ സൽക്കർമ്മങ്ങൾ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന അസ്സയ്യാത്ത്. നല്ല കാര്യങ്ങൾ അത് തെറ്റുകളെ ഡിലീറ്റ് ചെയ്യുന്നതാണ്, തേച്ച് മായ്ച്ചു കൊണ്ടുപോകുന്നതാണ്. അല്ലേ? ഈ ഹജ്ജെന്ന് നോക്കി, നമ്മുടെ ഹജ്ജ് അല്ലേ, ഒരാളൊരു ഹജ്ജ് ചെയ്താൽ എങ്ങനെയാണ്? അനാവശ്യമായ വാക്കുകളോ അനാവശ്യമായ പ്രവൃത്തികളോ ഇല്ലാതെ കൃത്യമായ രൂപത്തിൽ ഒരു ഹജ്ജ് നിർവഹിച്ചാൽ അവൻ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത് എങ്ങനെയായിരിക്കും? കയൗമിൻ വലദതുഹു ഉമ്മുഹു. അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച ആ ദിവസം. എന്താ അതിന്റെ പ്രത്യേകത? ഒരു തെറ്റുണ്ടാവില്ല. അതുപോലെ നാട്ടുകാർ മടങ്ങുന്ന സകല പാപം അല്ല പുറത്ത്. അല്ലേ? അപ്പൊ ഹജ്ജ് പാപങ്ങൾ പൊറുക്കാനുള്ള കാരണം. നിസ്കാരം, ഒരു ഫർദ് നിസ്കാരം കഴിഞ്ഞ് അടുത്ത ഫർദ് നിസ്കാരമാകുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള പാപങ്ങൾ അല്ലെ, വുളു ചെയ്യുമ്പോൾ അതുകൊണ്ട് പാപങ്ങൾ പൊറുക്കും. ഒരു വെള്ളിയാഴ്ച ജുമാക്ക് പോയി അടുത്ത വെള്ളിയാഴ്ച പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള പാപങ്ങൾ. റമളാൻ ഇലാ റമളാൻ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ അതിൻ്റെ ഇടയ്ക്കുള്ള പാപങ്ങൾ. അപ്പൊ ജീവിതത്തിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി വന്നവരാകുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? സൽക്കർമ്മങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കണം. എന്താണോ പറ്റുക അതൊക്കെ ചെയ്യാം. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? നിസ്കാരം മാത്രമല്ല, നിസ്കാരം പ്രധാനം. ദിക്റുകള്, ദുആകള്, തൗബകള്, ഇസ്തിഗ്ഫാറുകള്, ഖുർആൻ പാരായണങ്ങള് ഒക്കെ. ഒന്നും വേണ്ട, ഒരു 2 റുപ്യക്ക് 2 റിയാലിന് കാരൊക്കെ വാങ്ങിയിട്ട് അതുകൊണ്ട് റോഡിൽ നോക്കി നിങ്ങൾ 5 മിനിറ്റ് കൊണ്ട് ഇത്ത കഴിഞ്ഞാൽ 5 മിനിറ്റ് വേണ്ട. ഇത് എവിടുന്ന് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങ് അസീസി എന്നൊക്കെ നടന്നു വരുന്ന ആൾക്ക് ഭക്ഷണമൊന്നുമില്ല. രാവിലെ എന്തെങ്കിലും കിട്ടിയാൽ കഴിച്ചിട്ട് ഹറമക്ക് പോരുക, എപ്പോഴേലും പോവുക, കിട്ടിയാൽ അയാൾ തിന്നും. ഒക്കെ പുണ്യ കണ്ടമാനം. പുണ്യം ചെയ്യാൻ ഒരുപാട്. നിങ്ങൾ നോക്കണ്ട, ഇങ്ങനെ ഈ ക്ലീൻ ചെയ്യുന്ന പയ്യന്മാര് ആ മൊറം കൊട്ടിയിട്ട് റോട്ടിൽ ഇങ്ങനെ നിൽക്കും. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം നിൽക്കല്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കണ്ടി. ചില നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇങ്ങനെ ചില്ലറകൾ പൈസ ആക്കിയിട്ട് ആരും കാണാതെ ഓരോ കയ്യിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു പോകും. റെസീറ്റ് ഒന്നും വേണ്ട.
അതിന് റിപ്പോർട്ട് ബുക്ക് ഇറക്കിയാണ്ട് പ്രാസമില്ല, ആരും അറിയില്ല. അവർ കൊടുത്തു എന്താ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യണ ഹറമിന്റെ ഖദ്ദാമി സേവനം ചെയ്യുന്ന ആൾക്കാരാ, അവർക്ക് എന്തെങ്കിലും കൊടുത്തു പോവുക. എല്ലാം എങ്ങനെയൊക്കെ നന്മ ചെയ്യാൻ പറ്റുമോ ആ നന്മകളൊക്കെ ചെയ്യാം. ഒന്നും വേണ്ട. നമ്മളിങ്ങനെ നിസ്കരിക്കാൻ പോകുമ്പോൾ ഒരാൾക്ക് ഒരു മുസല്ല വിരിക്കാൻ വയസ്സുകൊണ്ട് പറ്റുന്ന ആ മുസല്ല ഒന്ന് നേരെ വിരിച്ചു കൊടുത്ത അതെന്താണ്? ഒരിക്കൽ കുറച്ച് പാവപ്പെട്ട സ്വഹാബികള് പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, റസൂലേ, സ്വർഗം മുതലാളിമാർ കൊണ്ടുപോയില്ലേ? എന്ത്? ഞങ്ങൾ നിസ്കരിക്കണ ഓലും നിസ്കരിക്കണേ, ഞങ്ങളും നോമ്പ് വലിക്കണ ഓലും നോമ്പ് വലിക്കണേ, അവര് സദക്ക കൊടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഓലെ പത്താൻ കഴിയില്ലല്ലോ, സ്വർഗം ഓര് കൊണ്ടുപോയില്ലേ? എന്റെ റസൂൽ പറഞ്ഞേ, പണം കൊടുക്കൽ മാത്രമല്ല സ്വർഗം, നടക്കാൻ പ്രയാസപ്പെടുന്നവന്റെ കൈ പിടിക്കൽ സ്വർഗമാണ്, സ്വതക്കയാണ്. വാഹനത്തിൽ കയറാൻ പ്രയാസപ്പെടുന്നവനെ കൈ പിടിച്ചു കയറ്റൽ സ്വതക്കയാണ്. ഭാരം വഹിക്കാൻ പ്രയാസപ്പെടുന്നവന്റെ ഭാരം വഹിക്കാൻ നിങ്ങൾ ആ സഞ്ചി തരും, ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്വതക്കയാണ്. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് സ്വതക്കയാണ്. നിന്റെ ഇണയുടെ വായിലേക്ക് നീ വെച്ചു കൊടുക്കുന്ന ചോറിന്റെ ഉരുളയുണ്ടല്ലോ, അതെന്താണ്? റസൂൽ പറഞ്ഞറിയാം, ഓരോ വിരലിങ്ങനെ മടക്കുന്നതും സദക്കയാവുന്ന. അപ്പൊ നമ്മള് ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യാം, പറ്റാവുന്ന സമയം അത്രയും. ഇവിടെ ഒരു സുഖം നമുക്കുണ്ട്, ഹറാമുകൾ പൊതുവെ കുറവേക്കാൻ, വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഹറാമുകൾക്ക് കുറയാൻ ഒരുപാട് സാധ്യത ഉണ്ട്. അപ്പൊ ആ ഭാഗം കുറെ നമ്മൾ സേഫാണ്. പക്ഷെ ഈ നന്മയുടെ ഭാഗത്ത് നമ്മൾ തൂക്കിയാണ്ടാണല്ലോ. പരലോകത്ത് ഇപ്പൊ ഈ തേങ്ങട, ഞാൻ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു. അപ്പൊ തേങ്ങടാൻ വന്ന ആള് എന്നോട് ചോദിച്ചത്, സാറേ തേങ്ങ എന്തിനാ വെളിച്ചെണ്ണ ആക്കാനാ വിൽക്കാനാ വെച്ചത്? ഞാൻ ചോദിച്ചാൽ എന്താ അങ്ങനെ? അപ്പൊ അതേ പറഞ്ഞു, വിൽക്കാനാണെങ്കിലേ കുറച്ച് മൂക്കാത്തൊക്കെ വെച്ചിട്ട്, ഈ മൂക്കാത്ത തേങ്ങക്ക് ഭയങ്കര വെയിറ്റ് കാരണം, നല്ല ഇളനീന് നല്ല വെയിറ്റ് കനണ്ട കുറെ വെള്ളം. അപ്പൊ തൂക്കി കൊടുക്കാനാണെങ്കിൽ മെച്ചതാണ്, മൂക്കാത്ത കുറെ വിട്ടാൽ വെയിറ്റ് ഉണ്ടാവും. അല്ല വെളിച്ചെണ്ണ ആക്കാനത് പറ്റൂല, മൂത്ത ഇട്ടാൽ മതി. ഞാൻ എനിക്ക് വെളിച്ചെണ്ണക്കാണ് മൂത്ത ഇട്ടാൽ മതി. അപ്പൊ ഇവിടെ പരലോകത്തെ സംഭവം എങ്ങനെയാണ്? നന്മയും തിന്മയും എങ്ങനെ കണക്കാക്കണേ? തൂക്കിയിട്ട മീസാനാണ്, തുലാസാണ്. അപ്പൊ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഏറ്റവും ശ്രമിക്കേണ്ടത് എന്തിനാണ്? നമ്മുടെ നന്മകൾ. നന്മയുടെ തുലാസിന്റെ കനം കൂടിയോ ഒരു സ്വർഗം, നന്മയുടെ തുലാസിന്റെ കനം കുറഞ്ഞോ അവന് നരകം. അപ്പൊ നമ്മൾ എന്തിനാ ശ്രമിക്കണ്ടേ? നമ്മുടെ തിന്മയുടെ തുലാസിനേക്കാൾ ഏറെ നന്മയുടെ തുലാസിന്റെ കനം കൂട്ടണം. നാട്ടിലാവുമ്പോൾ ലേശം പണിയാ, രണ്ടും ഇങ്ങനെ നടക്കും. അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പാടില്ലാത്ത, ഇങ്ങോട്ട് നോക്കിയാൽ കാണാൻ പാടില്ലാത്ത, തുറന്ന ശബ്ദം കേൾക്കാൻ പാടില്ലാത്ത, സംസാരം ഒക്കെ അങ്ങനെ കാരണം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ സാഹചര്യത്തില് ഒരു പ്രത്യേക ചുറ്റുപാടില് നന്മകൾക്ക് വേണ്ടി മാത്രം വന്ന ആളുകൾക്കിടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ സാധാരണ ജീവിത പല രൂപത്തിലുള്ള ആളുകൾ, നമ്മുടെ മാനസികാവസ്ഥ തന്നെ വേറെ കാരണം. ഇവിടെ നമ്മൾ പ്രത്യേക മാനസികാവസ്ഥയിൽ വന്നതാണ്. അതുകൊണ്ട് നന്മ ഇപ്പൊ 3:30 എണീറ്റ് എല്ലാവരും 2-2-2.5 മണിക്കൊക്കെ പള്ളിയിൽ പോകുന്നുണ്ട്. നാട്ടിൽ പള്ളിയിലേക്കാ ആരെങ്കിലും പോയോ? പോയില്ലല്ലോ. പക്ഷെ ഇവിടുന്ന് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്, അതൊരു മാറ്റാണ്. അപ്പൊ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം നമ്മുടെ നന്മയുടെ തുലാസിന്റെ കനം കൂട്ടാൻ എന്ത് ചെയ്യാൻ പറ്റുമോ അത് ധാരാളമായിട്ട് ചെയ്യാം. എല്ലാം അത് ചെറിയൊരു അസ്തഗ്ഫിറുള്ള, ഒരു സുബ്ഹാനല്ലാഹ് അല്ലെ? റസൂൽ പറഞ്ഞില്ലേ, 2 വാക്കുകൾ നാവിന് വളരെ എളുപ്പമാണ്, പറയാൻ നല്ല എളുപ്പമാണ്, പക്ഷെ തുലാസിന്റെ ഭാരം ഭയങ്കരമായി കൂട്ടും. സുബ്ഹാനല്ലാഹി, ചെലവുണ്ടായിരുന്നു. വെറുതെ അങ്ങനെ ഇരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹി അതിങ്ങനെ മീസാനിക്ക് എടുത്തേക്കുമ്പോഴേ അല്ല ഇരുമ്പിന്റെ കട്ട വെക്കണ മാറ്റി കാരണം കനം കൂടി കിടക്കും. അപ്പം മാക്സിമം ദിക്റുകൾ, ദുആകൾ, ഖുർആൻ പാരായണങ്ങൾ, നല്ല ബന്ധങ്ങൾ, പരസ്പര സഹായങ്ങൾ. നമ്മൾ വന്നാലേ പൈസ എടുത്ത് വന്നാലേ എന്നെ കൊണ്ടാവില്ല, നമ്മളങ്ങനെ ഇരുന്നാൽ പോകുമ്പോഴും അങ്ങനെ പോകേണ്ടി വരും. മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. നന്മയുടെ തുലാസിന്റെ കനം കൂട്ടട്ടെ, നമ്മുടെ പാപങ്ങളെ തുടച്ചു കളയാൻ മാത്രം നന്മകൾ വർദ്ധിക്കട്ടെ. അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ പട്ടികയിലേക്കുള്ള പേരിൽ ഈ പാവപ്പെട്ട നമ്മുടെ പേരും ഇടം പിടിക്കട്ടെ. നമ്മൾ ഈ ഹജ്ജും അനുബന്ധമായ കർമ്മങ്ങളും ആ സ്വർഗപ്രവേശനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കുന്ന മഖ്ബൂലും മബ്രൂറുമായ ഒരു ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മളെ ഈ വിശുദ്ധ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച്
ഇനിയും പ്രാർത്ഥനയോടുകൂടി ഒരു ഹജ്ജിൻ്റെ അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും അവർക്കൊക്കെ അള്ളാഹു ഹജ്ജ് നിർവഹിക്കുവാൻ അവസരം നൽകുമാറാവട്ടെ, ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ. ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ചുറ്റുഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അതൊക്കെ തരണം ചെയ്ത് പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണമായ രൂപത്തിൽ ഈ കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് അള്ളാഹു ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഹജ്ജിന്റെ കർമ്മത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയുന്ന ശിർക്ക് ബിദ്അത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളെ അള്ളാഹു എല്ലാവരെയും സമാധാനം നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളെ ഹിദായത്തിലാക്കി വളർത്താൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.